ഹായ് ഫ്രണ്ട്സ്, ശ്രീമാൻ സാബു ജേക്കബ് 2020 NDA മുന്നണിയിൽ ചേർന്നു. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. ഒരു പരിധിവരെ അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് LDFനും UDFനും സംയുക്തമായിട്ടാണ്. ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ LDFും UDFും കൈകോർത്തു ശ്രീമാൻ സാബു ജേക്കബിനെ പരാജയപ്പെടുത്താൻ. UDFന് സ്ഥാനാർത്ഥികളെടുത്ത് LDF സ്ഥാനത്ത് എത്തിയില്ല, നേരെ തിരിച്ചു. അതിന്റെ ഒരു പരിണത ഫലമാണ് ഈ മുന്നണി പ്രവേശമെന്ന് വേണമെങ്കിൽ പറയാം. അതാണെങ്കിലും BJPക്ക് അടിച്ച കോളായി. മധ്യ കേരളത്തില് വലിയ പ്രസക്തിയൊന്നുമില്ലാത്ത BJP ഇനി കിളിച്ചു പിടിക്കാൻ പോവുകയാണ്. പക്ഷേ സാബു ജേക്കബിന്റെ ഈ തീരുമാനത്തോട് അണികൾ യോജിക്കുമോ? NDA മുന്നണിയിലേക്ക്, ഒരു ഹിന്ദുത്വ മുന്നണിയിലേക്ക് ചെന്ന് കയറാൻ ആൾക്കാർ കൂടെ ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും ഈ സാബു ജേക്കബിന്റെ T20 എന്ന് പറയുന്നത് ഡൽഹിയിലെ ആപ്പിന്റെ ഒരു കേരള പരിവേഷമായിരിക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചത്. കാരണം ആപ്പിന്റെ ഒരു പ്രവർത്തന രീതിയായിരുന്നു അവരുടേത്. ഒരിക്കലും അത് BJPയിലേക്ക് ചെന്ന് കയറുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ശ്രീമാൻ സാബു ജേക്കബ് ഒന്നോർത്താൽ മതി, T20 പ്രവർത്തകരെ NDA ചേർക്കുക എന്ന് പറഞ്ഞാൽ കുറുക്കനെ കോഴിക്കോടിന് കാവലേൽപ്പിക്കുന്ന പോലെയാണ്. കാരണം BJPയുടെ തനിനിറവെന്ന് പറയുന്നത് കേരളം ഇതുവരെ കണ്ടിട്ടില്ല. ഒരു വർഗീയ ധ്രുവീകരണത്തിലൂടെ അവർക്ക് അധികാരത്തിൽ വരാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള തീവ്ര ശ്രമങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ SNDP NSS യോജിപ്പൊക്കെ അതിന്റെ ഭാഗമല്ലെന്ന് ഞാൻ സംശയിക്കുന്നു. അതെന്തെങ്കിലും ആവട്ടെ, ഇത് രാഷ്ട്രീയ കേരളത്തിന് അത് നല്ല തീരുമാനമാണ് എന്ന് എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഈ കൂട്ടുകെട്ട് അധികനാൾ നീണ്ടു നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് കേരളത്തിന്റെ ഭാവിക്ക് എത്രമാത്രം ഉപകാരപ്രദമാണ് എന്നും എനിക്ക് സംശയമുണ്ട്. അന്തിമഫലം കാത്തിരുന്ന് കാണാം. താങ്ക് യു.